ലിഷ എന്നാ പറയുന്നത്? പറ്റുമോ? ആ പട ധർമ്മസങ്കടത്തിലാക്കി പറ്റുകയല്ല. അപ്പനും അമ്മയൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവർ പറയുന്നത് നാണക്കേട് വിചാരിക്കും അല്ലേ? നാണക്കേടെന്ന് വിചാരിക്കണ്ട. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, തിരുസഭ പറയുന്നു, ഭദ്രമായ കുടുംബജീവിതം നയിക്കാൻ പുതുതായി നിങ്ങൾ രൂപം കൊടുക്കുന്ന കുടുംബജീവിതത്തിന്റെ വിജയത്തിനായിട്ട് സഭ പറയുന്നു, ലിഷ നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. എങ്കിലേ മറന്നു കളയാൻ പറ്റുമോ? വിവാഹ ജീവിതം തുടങ്ങിയിട്ട് 10, 15, 20, 25 വർഷങ്ങളായിട്ടിരിക്കുന്ന ദമ്പതികൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. നടക്കുന്ന കാര്യമാണോ? അല്ലെന്നാ പറയുന്നത്. ആണോ? നടന്നേ പറ്റൂ. നടക്കാൻ എളുപ്പമുള്ള കാര്യമല്ല, നടക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെങ്കിലും 95% മറക്കാം. 5% മറക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ 5% കുറച്ച് നിങ്ങളുടെ ജീവിതം വിജയിക്കും. മനസ്സിലായോ? അതാണ് എൻ്റെ കാര്യം. ഇനി അങ്ങനെ മറന്നു കളഞ്ഞ് പുതുതായി രൂപം കൊടുക്കുന്ന ജോമോന്റെ നേതൃത്വത്തിൽ പുതുതായി രൂപം കൊടുക്കുന്ന കുടുംബത്തിലേക്കാണ് ലിഷ വരിക. കല്യാണത്താക്കഴി മറന്നാലും പുതിയൊരു കുടുംബമുണ്ട്. ഏതാ കുടുംബം? തറപ്പയർ സണ്ണിയുടെയും ക്ലാരമ്മയുടെയും. ലിഷായുടെ അമ്മയുടെ പേര് മറിയാമ്മ. അപ്പോൾ സണ്ണിയുടെയും ക്ലാരമ്മയുടെയും മകനായ ജോമോനാണ് ഇനി സർവ്വം. ഇത് കേട്ടിട്ട് ലിഷയുടെ അച്ചാച്ചനും അമ്മച്ചിയും ആദ്യം മറിയാമ്മയെന്ന് വിഷമിച്ച കാര്യമില്ല. ഇതാണ് ഇതിൻ്റെ നടപ്പ്, ഇതാണ് ഇതിൻ്റെ നല്ല വഴി. ഇനി ജോമോനോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. രണ്ടല്ല, ഒരു ശരീരം. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും. ഇനിയിപ്പം സണ്ണി ചേട്ടനും ക്ലാരമ്മ ചേച്ചിയും ഒന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. അച്ഛൻ ഇവിടെ നിന്നൊക്കെ പറഞ്ഞു, ഈ വീട്ടോട്ട് ചെല്ലുമ്പോൾ മകളെയും കുട്ടിക്കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ ലിഷയും കുട്ടിക്കൊണ്ട് ചെല്ലുമ്പം ഇത് മറന്നു പോയേക്കരുത്. എൻ്റെ മോനാണ് അല്ലെങ്കിൽ പേരമ്മയൊക്കെ ആണെങ്കിലും എൻ്റെ പൊന്നുമാന എൻ്റെ കൊച്ചുമാനാണെന്ന് പറഞ്ഞ അവകാശമൊന്നും മറന്നേക്കരുത്. ഇനി സർവ്വ അവകാശവും ലിഷയ്ക്കാണ്. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും. ഇത് പറയുന്നത് ഭദ്രമായ സന്തോഷപൂർണമായ മാതൃകാപരമായ കുടുംബജീവിതത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. പുരുഷൻ തന്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരും. രണ്ടല്ല, ഒരു ശരീരം, ഒരു മനസ്സ്, ഒരു ഹൃദയം, ഒരേ ചിന്ത, ഒരേ പ്രവൃത്തി, ഒന്നിച്ചില്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൂടി വിവാഹബന്ധ കൂടാശിക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സ്വജീവനാർപ്പിച്ച സ്വർഗീയ മണവാളം പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകാപരമായി കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കാരാകുവാൻ പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടെ സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കല്യാണപ്പെടുത്തി വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച വിശുദ്ധായി നിന്റെ സഹായത്താൽ ആശ്രയിച്ചും സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ പരിശുദ്ധ
ജനത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. പുരുഷന് ജീവിത സത്യയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്ന കുര്യാക്കോസിനെയും അന്നമ്മയെയും സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. തറപ്പേൽ സണ്ണി ക്ലാരമ്മ മകൻ സലുവെന്നും ജോമോനെന്നും വിളിക്കപ്പെടുന്ന കുര്യാക്കോസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി കലുവിട്ടാൻകുടിയിൽ മാത്യു മറിയാമ്മ മകൾ ലിഷ എന്ന് വിളിക്കപ്പെടുന്ന അന്നമ്മയെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? കലുവിട്ടാൻകുടിയിൽ മാത്യു മറിയാമ്മ മകൾ ലിഷ എന്ന് വിളിക്കപ്പെടുന്ന അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തറപ്പേൽ സണ്ണി ക്ലാരമ്മ മകൻ ജോമോൻ എന്ന് വിളിക്കപ്പെടുന്ന കുര്യാക്കോസിനെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നു. സാക്ഷികൾ നിങ്ങളിതിന് സാക്ഷികളാണല്ലോ. ജോമോനും ഋഷിയും നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുവാനാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശ് മരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുവാനാകട്ടെ. ജീവിതത്തിൽ ഇവർക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൃപാമരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാ
അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം ധരിക്കുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഭദ്രമായി അനുഗ്രഹപ്രദമായി തീരുന്നതിന് നമുക്കെല്ലാവരും പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ അവസാന ശ്വാസം വലിക്കുന്നവരെ അഭംഗുരം പാലിക്കപ്പെടേണ്ട പ്രതിജ്ഞ, വിവാഹത്തിന്റെ പ്രതിജ്ഞ അവരെ ഏറ്റുചൊല്ലുകയാണ്. ചൊല്ലിത്തരുന്നത് ഉച്ചത്തിൽ ഏറ്റുചൊല്ലുകയാണ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലമൊഴിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കും.
അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമീ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കൈക്കുഞ്ഞായി പിറന്നൊരനാളിലും തിരുകരം തന്നിലായി കാത്തവൻ നീ. ഒരു കൈക്കുഞ്ഞായി പിറന്നൊരനാളിലും തിരുകരം തന്നിലായി കാത്തവൻ നീ. പതരാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. പതരാതെ തളരാതെ കൈവിരൽ തുമ്പിനാൽ കരം പിടിച്ചെന്നെ നയിച്ചതും നീ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നന്ദി ഞാൻ ചൊല്ലുന്നതെങ്ങനെ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പഥികനായി പാപിയായി പാപത്തിൽ വീണിട്ടും പലവുരു താങ്ങി എന്നെ തുണച്ചവൻ നീ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ കാത്തിടേണമേ. പാപമാം ലോകത്തിൻ മായയിൽ വീഴാതെ തിരുമാറിലെന്നെ നീ
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു.